സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ തുടരെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. എന്ത് വിഷയമാണ്? സ്മൃതീഷൻ എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന യു.ഡി.എഫിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കൊങ്ങിക്കുട്ടിയെ പറ്റിയാണ്. അപ്പൊ എന്താണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഡോക്ടർ അരുൺകുമാർ, ആന്റോ അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് മാത്തു സജിയും അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്മൃതീശനും എല്ലാം കൂടി ഒരു വട്ടമേശ സമ്മേളനം പോലെ ഒരു പരിപാടി നടത്തുന്നു. ആ ചർച്ചകളിൽ വയനാട്ടിൽ യു.ഡി.എഫ് എന്താണ് ചെയ്തത്, വയനാട്ടിൽ എൽ.ഡി.എഫ് എന്താണ് ചെയ്തത്, വയനാട് ടൗൺഷിപ്പ് എങ്ങനെയാണ് സാധ്യമായത്, യു.ഡി.എഫ് ആയിരുന്നു ഭരണത്തിലിരുന്നതെങ്കിൽ ഈ ടൗൺഷിപ്പ് ഇന്ന് സാധ്യമാകുമായിരുന്നോ എന്നുള്ള അരുൺകുമാറിന്റെ ചോദ്യത്തിന് സ്മൃതീശൻ പറയുന്ന മറുപടിയും ഒക്കെ നമ്മൾ ആ വാർത്തകളിൽ കണ്ടിരുന്നതാണ് അല്ലേ. അപ്പൊ എല്ലാ ആളുകളും ആ ഒരു ചർച്ച ഒരുപാട് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധയോടുകൂടി കണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ, ഇങ്ങനെയുള്ള ഡിബേറ്റുകൾ വരുമ്പോഴാണ് എല്ലാ ആളുകളും കൂടുതൽ ഫോക്കസ് ഈ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിൽ വരുന്ന അഭിമുഖത്തിന് കൊടുക്കുക. അതറിയാവുന്നത് കൊണ്ട് തന്നെയും TRP വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായിട്ടും ഒരാൾ വലതുപക്ഷത്തിന്റെ അനുഭാവിയായിട്ടും ഒരാൾ സംഘിയുടെ അനുഭാവിയായിട്ടും ഒക്കെ ഇരുന്നുകൊണ്ട് പലതരത്തിലുള്ള മെഴുകലുകളും പലതരത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു ഈ സ്മൃതീശൻ വയനാട് വിഷയത്തിൽ യു.ഡി.എഫിന് വേണ്ടിയിട്ട് പണിയെടുത്തത്. സ്മൃതി പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ പോസ്റ്റ് കണ്ടിട്ട് സ്മൃതിക്കെതിരെ ഇന്നിപ്പം നടപടിയുമായിട്ട്, അതായത് സ്മൃതി അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള പല ആളുകൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അർജുൻ അയങ്കി അടക്കമുള്ള വൈശാഖൻ അടക്കമുള്ള ഒരുപാട് ആളുകൾക്കെതിരെയാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത്. എൻ വി വൈശാഖൻ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പിന്നെ കോടതിയിൽ കാണാം റിപ്പോർട്ടർ ചാനലിന് മറുപടിയുമായി NV അശോകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുൻപ് സ്മൃതീഷിനെ പറ്റി പിണറായിക്കാരൻ അല്ലെങ്കിൽ ക്യൂബൻ കിഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പേജിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാർത്ഥതയുടെ നേരിയ കണിക പോലും ഇല്ലാത്ത വെറും നാടകീയമായ കണ്ണുനീർ. അതിൽ ഓരോ സ്ലൈഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ കണ്ണുകൾ നിറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പിടന്ന ആ കണ്ണുനീരിന്റെ ആത്മാർത്ഥത കൊണ്ടാണ്. എന്നാൽ ആ ആത്മാർത്ഥതയുടെ നേരിയ കണിക പോലും ഇല്ലാത്ത വെറും നാടകീയമായ കണ്ണുനീരിന് പാഴാക്കി കളയുന്ന പച്ചവെള്ളത്തിന്റെ വില മാത്രമേ ഉള്ളൂ. സ്മൃതിയുടെ കള്ളക്കണ്ണുനീർ കണ്ടപ്പോൾ അത് വെറും ഒരു നാടകമാണെന്ന് പറഞ്ഞാൽ അവർക്ക് നോവുമോ എന്നറിയില്ല. അത്രയെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ എന്ന സമാധാനിച്ച നിമിഷത്തിലാണ് അടുത്ത ഗദ്ഗതം ഉയർന്നത്. ഒപ്പം ന്യായീകരണങ്ങളും. ക്ഷമ ചോദിക്കുമ്പോഴെങ്കിലും ഉള്ളിലിരിപ്പ് മാറ്റി വെക്കാമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. സർവവും നഷ്ടപ്പെട്ട് 3 മക്കളുടെ ജീവനറ്റ ശരീരങ്ങൾക്ക് മുൻപിൽ വിതുമ്പിയ ആ വയനാട്ടുകാരി സഹോദരിയുടെ കണ്ണീരിന്റെ കണക്ക് ഈ ഒരൊറ്റ നാടകത്തിൽ തീരുന്നതുമല്ല. സ്വന്തം തെറ്റ് മറച്ചു പിടിക്കാൻ പാർട്ടി ചാനലുകാർ ബൈറ്റ് എടുക്കാൻ വേണ്ടി ആ പാവങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കരയിപ്പിച്ചതാണെന്ന ന്യായീകരണം എത്രമാത്രം ക്രൂരമാണ്. ആരെങ്കിലും പറഞ്ഞാൽ മാത്രം കരയാൻ മുട്ടി നിൽക്കുന്നവരാണ് ആ ദുരന്തബാധിതർ എന്നാണോ ഇവർ ഉദ്ദേശിച്ചത്? ചെയ്തത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനമായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുമ്പോൾ ആ വാക്കുകളിൽ ഉറഞ്ഞുകൂടിയ മനുഷ്യത്വമില്ലായ്മയാണ് പുറത്തു വരുന്നത്. അരുൺ എന്ന സഹപ്രവർത്തകൻ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും പഴയ അതേ സ്മൃതിയായി സർക്കാരിനെ പഴിചാരി അവർ വീണ്ടും സ്വന്തം അഹങ്കാരം വെളിപ്പെടുത്തി. ഈ അവസരത്തിൽ അവരോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്തബാധിതരെ സഹായിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്ന് മുഖ്യമന്ത്രിയോ സർക്കാരോ എവിടെയെങ്കിലും പറഞ്ഞതിന്റെ ഒരു തെളിവ് കാണിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇതൊക്കെ ചെയ്തു തരാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെയാണ് ഈ അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ. എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വണ്ടി പിടിച്ചു വന്ന് ഇടതുപക്ഷ സർക്കാരിനും അവർക്ക് കാവലായി നിന്ന മിനിസ്റ്റർക്കും അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ സർക്കാർ തുടർ ഭരണത്തിലില്ലെങ്കിൽ തങ്ങളുടെ ഭാവി എന്താകുമെന്ന അവരുടെ നെഞ്ചിലെ ആദിയാണത്. ദുരന്തമുഖത്ത് ചേർത്ത് പിടിച്ചവരോടുള്ള അചഞ്ചലമായ വിശ്വാസവും UDF തങ്ങളെ ചതിക്കുമെന്ന ഉറച്ച ബോധ്യവുമാണ് ആ പാവങ്ങളെ അവിടെ എത്തിച്ചത്. ഒരു നാടിനെയും അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരെയും ഒന്നടങ്കം അപമാനിച്ചിട്ട് തിരിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ആ മനുഷ്യരോട് കാശിന്റെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു നേരായ ഖേദപ്രകടനമെങ്കിലും അവർ നടത്തുമായിരുന്നു. വെറുപ്പിന്റെ സ്മൃതികളിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ ചെയ്ത പാപഭാരത്തിൽ നിന്നും മോചനമില്ല. അന്ധമായ കോൺഗ്രസ് വിധേയത്വം മസ്തിഷ്കം മരവിപ്പിച്ചതുകൊണ്ടാകാം ആ മനുഷ്യരുടെ ദുഃഖത്തിന്റെ ആഴം ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഈ നാട് എക്കാലവും ആ മനുഷ്യർക്കൊപ്പമാണ്. ഈ കണ്ണീർ നാടകം കണ്ട് കണക്ക് പുസ്തകം അടച്ചു വെക്കാൻ മലയാളികൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ സ്മൃതിയുടെ ചാനൽ അടക്കമുള്ള ആളുകൾ എല്ലാവരും ഒരു പ്രതികരണവുമായിട്ട്, അല്ലെങ്കിൽ അവര് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ പരാതിയുമായിട്ട് പോയിട്ടുണ്ട്.
അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ വളരെയധികം മ്ലേച്ഛകരമായ രീതിയിൽ അപകീർത്തികരമാം വിധം കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നോണം ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും അന്തിച്ചർച്ചകളിൽ വന്നിരുന്ന് പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് ചില ആളുകൾ മാത്രമല്ല, രാഷ്ട്രീയത്തിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആളുകളും അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അത് കേവലം ഒരു സൈബർ ആക്രമണം എന്നുള്ള ഒരു പേരിൽ അത് ഒരു സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നു എന്നുള്ളൊരു പേരും കൊടുത്തുകൊണ്ട് കേസുമായിട്ട് പോയിരിക്കുകയാണ്. അതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അർജുൻ ആയങ്കി അടക്കമുള്ള NV വൈശാഖൻ അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഇവർ പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ NV വൈശാഖന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്പൊ ഇനി നമുക്ക് കോടതിയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റ് നിങ്ങളെ കൂടി കാണിച്ചു തരാം. അതിൽ അദ്ദേഹവും കുറച്ച് ചോദ്യങ്ങൾ ഈ പറയുന്ന മാപ്രകളോട് ചോദിക്കുന്നുണ്ട്, അല്ലെ പാപ്പരാസികളോട് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളതോടെ നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു വിമർശനാത്മകമായ അല്ലെങ്കിൽ കേസിനാസ്പദമായ സംഭവം അദ്ദേഹം ഇട്ടിരിക്കുന്നത് ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: റിപ്പോർട്ടർ TVയിൽ സതീശൻ എന്ന മ്ലാത്തി ചേടത്തി വളർത്തുന്ന ജീവിയുണ്ടല്ലോ, അവർ ഇന്നലെ ദുരന്ത ബാധിതരെ മുരണ്ടുകൊണ്ട് ആക്ഷേപിച്ചു. നാലുപാടും വിമർശനങ്ങൾ ഉയർന്നതോടെ ഇന്നവർ കണ്ണീരുമായി ഇറങ്ങിയിട്ടുണ്ട്. ആളുകളോട് അസഹിഷ്ണുത വേണോ, സർവസ്വവും തകർന്ന മനുഷ്യരെ അധിക്ഷേപിക്കണോ, മറ്റുള്ളവരോട് കുരയ്ക്കണോ, മുരളണോ, യജമാനനോട് വാലാട്ടണോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. പറയാനുള്ളത് സതീശനോടാണ്. ഈ ജാതി ജന്തുക്കളെ ചങ്ങലക്കിടണം, അല്ലെങ്കിൽ നാട്ടുകാർ ഓംലെറ്റിൽ ഫ്യൂറിഡാൻ ചേർത്ത് ഒരു പരിപാടി ഒപ്പിക്കും. പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിനെതിരെ ആയിരിക്കണം ഒരു പക്ഷേ ഇവര് പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ആ പരാതിയുമായിട്ട് പോയതിന് പിന്നാലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ കോടതിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റിൽ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അദ്ദേഹം ഇന്നിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്: ഐക്യദാർഢ്യ സംഘത്തോട് ചില ചോദ്യങ്ങൾ. എത്ര തവണ ഇടതുപക്ഷത്തെ നുണ പറഞ്ഞ് മാത്രം നിരത്തി മ്ലാത്തി ചേട്ടതിയുടെ അരുമ വിമർശിച്ചിരിക്കുന്നു? അന്ന് ആരെങ്കിലും സൈബർ ആക്രമണം നടത്തിയതായി അറിയാമോ? ഉരുൾ അതിജീവിതരെ കൊണ്ടുവന്ന രാഷ്ട്രീയ നാടകം എന്ന ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ്? ഉരുൾ അതിജീവിതർ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം വന്നു എന്ന് അറിവായിട്ടുണ്ടോ? ഉരുൾ അതിജീവിതർ തന്നെയും പറഞ്ഞത് ആരുടെയും നിർദ്ദേശപ്രകാരമല്ലാതെ പോയി എന്നാണ്. പിന്നെ എന്തിനെയാണ് നാടകമെന്ന് അവർ ഉദ്ദേശിച്ചത്? ഇതിലെവിടെയാണ് രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റുകളാണ് ഈ ഒരു സംഭവത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ട് ഇന്ന് സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്നത്. ഇതിലെല്ലായിടത്തിലും ഏകദേശം ഏതൊരു പോസ്റ്റ് എടുത്ത് നോക്കിയാലും സ്മൃതീഷിനെതിരെ അതിശക്തമായിട്ട് അല്ലെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന പോസ്റ്റുകളാണ് മിക്കതും. സ്മൃതി ചെയ്ത കൊള്ളരുതായ്മ അല്ലെ സ്മൃതി ചെയ്ത തന്തയ്ക്ക് പിറക്കഴുക രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലോ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്ന രീതി, ഈ രീതി ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകർക്കെന്നല്ല ഒരാൾക്കും യോജിച്ചതല്ല. ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മാറണം. അല്ലെങ്കിൽ ഒരു പാർട്ടിയെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിലും മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് നിൽക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിമർശിക്കേണ്ട ഒരു വ്യക്തി, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ശബ്ദമുയർത്തേണ്ട ഒരു വ്യക്തി ഒരാൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയിൽ മാത്രം അയാൾ വിശ്വസിക്കുന്നത് കൊണ്ടും ആ പാർട്ടിയുടെ മാത്രം അടിമയായതുകൊണ്ടുമാണെന്നുള്ളത് ഈ നാട്ടിലെ ചോറ് തിന്ന് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നിട്ട് സ്മൃതി പറയുന്നത് ഞാൻ വലിയ രീതിയിലുള്ളൊരു ലെഫ്റ്റ് സൈഡുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ പ്രോ ലെഫ്റ്റ് ആണ്. പ്രോ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിനെ പറ്റി എന്ത് തോന്നിവാസവും പറയാൻ പറ്റുന്ന ഒരാളാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ സ്മൃതിയെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഉറ്റവരും ഉടയവരും എല്ലാ ആളുകളും നിമിഷ നേരം കൊണ്ട് കൺമുൻപിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി അവരെ കൊയ്തെടുത്തുകൊണ്ട് പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പാതി വഴിയിലാക്കപ്പെട്ടു പോയ ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചു കൊടുത്തിട്ടുള്ള വയനാട് ടൗൺഷിപ്പ്, അതേസമയം അവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കുന്നു, കല്ലുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സതീശനടക്കമുള്ള കുറെ UDFന്റെ കൊങ്ങിക്കുട്ടന്മാർ കാണിച്ച പോറാട്ട് നാടകവും അതിനുശേഷം ആ പണം വാനിഷായി പോകുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ എന്തേ ഈ പറയുന്ന സ്മൃതീശന് മറുപടിയില്ല? ഇനി ഇത് പറയുന്നതുകൊണ്ട് നമുക്കെതിരെയും കേസുമായിട്ട് പോകാം. എന്തുവാണെങ്കിലും നമ്മൾ പോയാൽ അത് അഭിമുഖീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയാനല്ല മാധ്യമങ്ങളുള്ളത്. ഈ നാട്ടിലെ ഈ മാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാവുന്നതും നിങ്ങൾക്കറിയാവുന്നതായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഈ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവരുടെ ഈ പറയുന്ന സ്മൃതിയുടെ ഈ മെഴുകൽ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ? വയനാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു സർക്കാർ പിന്നെ എന്തിന്റെ പേരിലാണ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് പണിഞ്ഞു കൊടുത്തതും അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടത്തിയതെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവാം. ഇപ്പോഴേ വിമർശനങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. ഞാനത് കേൾക്കുന്നുണ്ട് പലയിടത്തും. എന്നാൽ
ഇത് പറഞ്ഞു വിട്ട സ്മൃതിക്കറിയില്ല ഇതിന്റെ കോൺസിക്വൻസസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സ്മൃതി പറയുന്നത് തന്നെ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇടത് പ്രൊഫൈലിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് തന്നെ മെഴുകുന്നുണ്ട്, അല്ലെ തനിക്കെതിരെ പറയുന്നുണ്ടെന്നാണ്. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും അംഗീകരിക്കും സ്മൃതി. എല്ലാ ആളുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ മാത്രമല്ല, വലതുപക്ഷത്തിന്റെ ആളുകൾ മാത്രമല്ല, ബി മാത്രമല്ല, എല്ലാ ആളുകൾക്കെതിരെ ശബ്ദമുയർത്താൻ സാധിക്കണം. അതിന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡിന്റെ ഒരു മെമ്പറായിട്ടോ ഒരു കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ ഒരു MLA ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ UDFിനൊപ്പം നിൽക്കണം. അല്ലാതെ ഞാൻ വലിയ ഇടതുപക്ഷത്തിന്റെ ആളാണ്, ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ്, എൻ്റെ അച്ഛനും അമ്മയും പണ്ട് ആനപ്പുറത്ത് കയറി എൻ്റെ മുതുകത്തും തഴമ്പുണ്ടെന്ന് പറയുന്ന ആ ഒരു രീതി അതത്ര നല്ല രീതിയൊന്നുമല്ല. എന്നാൽ സ്മൃതി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതി തന്നെയാണ്. ഞാൻ LDFന്റെ ഒരു നേതാവ് തന്നെയാണ്, അല്ലെ LDFിനോട് വലിയ രീതിയിൽ ഒരു എനിക്ക് സന്തോഷമുള്ള അല്ലെ അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ LDF ഇന്ന് ചെയ്യുന്ന കുറെ അധികം കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ കുറെ അധികം കാര്യങ്ങളോട് താല്പര്യമില്ലെങ്കിൽ അതിനെ പ്രതികരിക്കാനായിട്ട് സ്മൃതി നീ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെ രാഷ്ട്രീയ പ്രതിനിധിയൊന്നുമല്ല. ഒരു പൊതുസ്വത്തായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മാധ്യമ പ്രവർത്തകയാണ് നീ. അത് മനസ്സിലാക്കാതെ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറവും ഉണ്ടാവും. വിമർശനങ്ങൾ പല രീതിയിൽ പല സൈഡിൽ കൂടി ഇനിയും എന്തായാലും ഉണ്ടാവും, ഇല്ലെന്നല്ല. എപ്പോഴും എല്ലായ്പ്പോഴും വിമർശനങ്ങൾ തന്നെ വരും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ആരെയും കളിയാക്കാനും ആരെയും ഇല്ലായ്മ ചെയ്യാനും ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടില്ല. ഇതെല്ലാ പരിപാടിക്കും ഇറങ്ങി എല്ലാം ചെയ്തിട്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, എനിക്കെതിരെ വലിയ വിമർശനങ്ങളാണ്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കളിയായി പോകും കുട്ടിയെ. എന്തായാലും സ്മൃതിക്കെതിരെ ഒരുപാട് ആളുകൾ വിമർശനവുമായിട്ടും അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ട് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും രംഗത്തേക്ക് വരുന്നുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയിൽ വെച്ച് കാണാം. അപ്പൊ അങ്ങനെ ആ നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്ന അല്ലെങ്കിൽ അത് എന്തും വിളിച്ചു പറയാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ജേർണലിസം എന്ന് വിചാരിക്കുന്ന ഈ ഒരു ചിന്താഗതിക്കേറ്റൊരു അടി തന്നെയാണ് ഈ സ്മൃതിക്ക് എതിരെയുള്ള ഈ ആക്രമണങ്ങൾ. അതിനെ ഒരിക്കലും ഞാനൊരു സ്ത്രീയെ ഇങ്ങനെ കളിയാക്കണമെന്നോ അവർക്കെതിരെ വൃത്തികേടുകൾ പറയണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കുറച്ച് നല്ല സൗമ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ സൗമ്യമായിട്ടുള്ള രീതിയിൽ തിരിച്ചടി കൊടുക്കാമെന്നുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ തോന്നുന്നത്. എന്തായാലും സ്മൃതി ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടാവും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ സ്മൃതി അവിടെ എന്താ പറയുക പബ്ലിക്കലി വന്ന് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ആ ജനങ്ങളോട് ആ ജനങ്ങളുടെ അടുത്ത് കാണിച്ച ക്രൂരതയ്ക്ക് സ്മൃതി മാപ്പ് പറഞ്ഞേ മതിയാകൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല, ഉണ്ടാവത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.